നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് അല്ലേ? ഇനി നമ്മൾ 3 ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ചാപ്റ്ററിൻ്റെ ഒക്കെ ശേഷം ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻറ്റിന് ശേഷം ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. അത് ആ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ്, ഈ ചാപ്റ്ററിൻ്റെ മാത്രം ആക്ടിവിറ്റീസ് അല്ല. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. 1-2 എണ്ണം നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ആദ്യം തന്നിട്ടുള്ളത്. ബാക്കി മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ വരുന്നതാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടേത് വലുത്, ആൻസർ ഒരു പക്ഷേ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ലെറ്റ് us അപ്രീഷിയേറ്റ് ആക്ടിവിറ്റി 1. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. എന്താണ്? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലാണ് തന്നിട്ടുള്ളത്. ഡിഡ് യു നോട്ടീസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദി ക്യാപ്ഷൻ? കണ്ടോ? ഇമേജ് നോക്കൂ മക്കളെ. മഴയത്ത് കുടയും പിടിച്ച് നടക്കാൻ പോയ കാറ്റും ഒക്കെ ആയിട്ട് നിന്നിട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്നാരെങ്കിലും പറയൂ? നമ്മളെ സലീം കുമാർ നമുക്ക് വണ്ടർഫുൾ പീപ്പിൾ അതൊക്കെ നമ്മൾ ആ സമയത്ത് പറയുമോ? ഇല്ല. അപ്പോൾ ഡിഡ് യു നോട്ടീസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ? മിസ്മാച്ചാണ് ഇമേജും തന്നിരിക്കുന്ന ക്യാപ്ഷനും തമ്മിൽ ബന്ധമൊന്നുമില്ല. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ബിലോ. അപ്പോൾ താഴെ എഴുതിക്കേ, ദ ക്യാപ്ഷൻ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഈസ് യൂഷ്വലി റെഫേഴ്സ് ടു പ്ലസൻറ്റ് സണ്ണി വെതർ. ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറയുന്നത് മഴയത്തല്ല, സണ്ണി വെതർ ടൈമിലാണ് നമ്മൾ പറയുന്നത്. ദ റെയിനി സീൻ ഡസ് നോട്ട് മാച്ച് ദ ചീർഫുൾ ടോൺ ഓഫ് ദി ക്യാപ്ഷൻ. ഒരു റെയിനി ആയിട്ടുള്ള സീനാണ്, ഇതൊരിക്കലും ആ ഒരു ക്യാപ്ഷന് മാച്ച് അല്ല. വാട്ട് ഈസ് ദ ഐഡിയ കൺവേർഡ് ഇൻ ദ ലൈൻ ഗിവൺ ബിലോ? ഇനി താഴെ തന്നിരിക്കുന്ന ലൈൻ നോക്കൂ. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എന്താ നമ്മളെ ഇതേപോലെ മിസ്മാച്ചാ. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാനകത്തും ഇത് ശരിയാണോ? അല്ല. അതെന്താണ്? ഐറണി, വിരോധാഭാസം. പറയുന്നത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മീനിങ്. ഇറ്റ് ഈസ് എൻ ഐറണി. മീനിങ് ഓഫ് ദ ലൈൻ ഈസ് ബ്രൂട്ടസ് ഈസ് ഡിസോണസ്റ്റ്. ബ്രൂട്ടസ് ഡിസോണസ്റ്റ് ആണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം. അപ്പോൾ വേർബൽ ഐറണി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂസ് ഓഫ് വേർഡ്സ് ടു മീൻ സംതിങ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഈസ് സെഡ്, യൂഷ്വലി ദ ഓപ്പോസിറ്റ്. എന്താണോ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതിനെയാണ് നമ്മൾ വേർബൽ ഐറണി എന്ന് പറയുന്നത്. Apart from verbal irony, there are many other poetic devices in the speech which enhance its appeal. അപ്പോൾ ആ സ്പീച്ചിൽ വെർബൽ ഐറണി മാത്രമാണോ ഉള്ളത്? അതിനേക്കാൾ കൂടുതൽ വേറെയും കുറേ poetic devices യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ആ ഒരു സ്പീച്ചിനെ കുറച്ചും കൂടി അപ്പീലാക്കാൻ, എൻഹാൻസ് ചെയ്തിട്ട് അപ്പീലാക്കാനായിട്ട്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്പീച്ച്. ഇനി ഇതാണ്ട മെറ്റഫർ, എലിറ്ററേഷൻ, ഐറണി, ഹൈപ്പർബോളി, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ, റെപ്പറ്റീഷൻ. ഇത് ഇത്രയും അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം എന്നുള്ളത് എടുത്തെഴുതുക. ഹൗ ഡു ദേ എൻഹാൻസ് ദ എഫക്റ്റ് ഓഫ് ദ സ്പീച്ച്? ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ സ്പീച്ചിനെ എഫക്റ്റ് ആക്കുന്നത്? കുറച്ചും കൂടി നമുക്ക് എന്താണ് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നതും, കുറച്ചും കൂടി നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുന്നതും ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെയാണ്. യു മേ ഓൾസോ റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് യുവർ ഓൺ. ഇത് തന്നെ നമുക്ക് പാടാം അല്ലയോ? അപ്പം നിങ്ങളുടെ എക്സാമ്പിൾസും കൂടി നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നോക്കൂ, ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ്: റെപ്പറ്റീഷൻ, മെറ്റഫർ, അലിറ്ററേഷൻ, ഐറണി, ഹൈപ്പർബോളി, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. റെപ്പറ്റീഷൻ്റെ ഉദാഹരണം. റെപ്പറ്റീഷൻ എന്താണ് ഡെഫിനിഷൻ? റിപ്പീറ്റിംഗ് വേർഡ്സ് ഓർ ഫ്രേസസ് അല്ലേ? റിപ്പീറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചതാണ്, എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ലൈൻസ്, ഏത് ലൈനാ? ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ഫങ്ഷൻ എന്താണ് അതിൻ്റെ? ടു എംഫസൈസ് ഐഡിയാസ്. യുവർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സ്മൈൽ അറ്റ് ദ ലിറ്റിൽ തിങ്സ്. നമ്മൾ എക്സാമ്പിളായിട്ട് ഒരെണ്ണം അവർ തന്നു. ഇനി മെറ്റഫർ. എന്താ മെറ്റഫർ? ഒന്നിനെ കാണിച്ചിട്ട് അത് മറ്റൊന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. കമ്പാരിസൺ ഓഫ് 2 അൺറിലേറ്റഡ് തിങ്സ്. ഒരു ബന്ധമില്ലാത്ത 2 എണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. പക്ഷേ ലൈക്കും അസും ഇല്ല, അത് ഓർക്കണം. ലൈക്കും അസും വന്നാൽ അത് സിമിലിയാവും. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. എൻ്റെ ഹൃദയം പോയിട്ട് ദേണ്ട സീസറിൻ്റെ കൂടെ കോഫിനിലിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്താണ്? മെറ്റഫറാണ്. അപ്പോൾ എന്തിനാ അത്? ഷോസ് ഡീപ്പ് ഗ്രീഫ് ഡ്രമാറ്റിക്കലി. ഡീപ്പായിട്ടുള്ളൊരു ഗ്രീഫ് കാണിക്കാൻ, ഡ്രമാറ്റിക്കലി കാണിക്കാൻ. അപ്പോൾ ഇനി ഒരു ഉദാഹരണം പറഞ്ഞേ. വേറൊരെണ്ണം. ടൈം ഈസ് എ തീഫ്. ടൈം എന്ന് പറയുന്നത് ഒരു തീഫാണ്, കള്ളനാണ്. ശരിക്കും അങ്ങനെയാണോ? അല്ല. പക്ഷേ അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതെന്താ? മെറ്റഫർ. അലിറ്ററേഷൻ. റെപ്പറ്റീഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് കോൺസിക്യൂട്ടീവ് വേർഡ്സ്. അടുത്തടുത്ത് വരുന്ന വേർഡ്സിൻ്റെ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതാണ് എന്ത്? റെപ്പറ്റീഷനിൽ അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ബ്രൂട്ടിഷ് ബീറ്റ്സ്. സൗണ്ടാണ് അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഇവിടെ? റെപ്പറ്റീഷനായിട്ട്, അലിറ്ററേഷനായിട്ട് പറഞ്ഞത്. എന്ന് പറയുന്നത്
ഏത് സൗണ്ടാണ്? റെപ്പറ്റീഷൻ ഓഫ് വിച്ച് സൗണ്ട്? എന്ത് സൗണ്ടാണ്? കോൺസണൻറ്റ് സൗണ്ടാണ് കേട്ടോ. നമ്മളെ അസൊനൻസ് ആണ് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ വരുന്നത്. അപ്പോൾ അത് ഓർക്കണം, കോൺസണൻറ്റ് സൗണ്ട്സ് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഐറണി അല്ല, അതിൻ്റെ ബാലൻസ് ഉണ്ടല്ലേ, എന്തിനാണ് അത്? ഫംഗ്ഷൻ എന്താണ്? മേക്ക് സ്പീച്ച് റിതമിക് ആൻഡ് മെമ്മോറബിൾ. റിതമിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഓർത്തിരിക്കും. സ്വീറ്റ് ബേർഡ്സ് സാങ് സോഫ്റ്റ്ലി. സിസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. ഉദാഹരണം ഐറണി, ദ യൂസ് ഓഫ് വേർഡ്സ് ടു എക്സ്പ്രസ് സംതിങ് അതർ ദാൻ ദെയർ ലിറ്ററൽ മീനിങ്, യൂഷ്വലി ദ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞല്ലോ, എന്താണോ ലിറ്ററലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മീനിങ്. സോ ആർ ദേ ഓൾ ഓണറബിൾ മെൻ. കേട്ടോ, എല്ലാവരും ഓണറബിൾ ആണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എല്ലാം കള്ളന്മാരാ എന്ന അർത്ഥം. മോക്കിംഗ് ദ കോൺസ്പിറേറ്റേഴ്സ് ഫോൾസ് നൊബിലിറ്റി. അവരുടെ കള്ളത്തരം, നോബിളാണ് എന്ന് കാണിക്കുന്ന കള്ളത്തരത്തെ പൊളിക്കുന്നു, കളിയാക്കുന്നു. വോട്ട് എ പെർഫെക്റ്റ് ഡിസാസ്റ്റർ. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നാശം പറയുമോ നമ്മൾ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഹൈപ്പർബലി, എക്സാഗ്രേഷൻ, പൊക്കി പറയുന്നു. ഈ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻ മുഖം. ശരിക്കും അങ്ങനാണോ? അല്ല. അപ്പം അങ്ങനെ പൊക്കി അടിക്കുക കേട്ടോ. അപ്പം എന്താ, അപ്പോൾ നമ്മൾ ഒരുങ്ങി വരുന്നൊരു സൂപ്പർ, ഞാനൊരു 1000 വട്ടം ഫോൺ വിളിച്ചു എന്ന് പറയും, 3-4 വട്ടം വിളിച്ച് കാണും. അത്രയും പൊക്കി അടിക്കുന്നതാണ് എന്ത്? ഹൈപ്പർബലി. ഓ ജഡ്ജ്മെൻറ്റ്, ദോ ആർട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീഡ്സ്, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ. ഇത് രണ്ടും ഇതിന് ഉദാഹരണമാണ്, ഹൈപ്പർബലിക്ക് ഉദാഹരണമാണ്. എക്സ്പ്രസസ് ഗ്രീഫ് ആൻഡ് ഇവോക്സ് സിമ്പതി. വിഷമം, അതുപോലെ തന്നെ സിമ്പതിയൊക്കെ ഇവോക്സ് ചെയ്യുന്നതാണിത്. ഐ ഹാവ് ടോൾഡ് യു എ മില്യൺ ടൈംസ്. ഉണ്ടാവും, 100 വട്ടം 1000 വട്ടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത് അത് തന്നെയാണ്. ഇനി റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എ ക്വസ്റ്റ്യൻ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ആൻസർ ആസ് ഇറ്റ് ഈസ് ഓബ്വിയസ്. എന്താണ്? ആൻസർ നമുക്ക് തന്നെ അറിയാം, ക്ലിയർ ആണ്, എന്നാലും ചോദ്യം നമ്മൾ ചോദിക്കും. അതാണ് ഇവിടെ വരുന്നത്. വാട്ട് ഈസ് ദിസ്? വാസ് ദിസ് അംബീഷൻ? ഇത് അംബീഷൻ ആണോ അല്ല എന്നാണ് നമ്മുടെ ഉത്തരം. ആ ഉത്തരം അവിടെ ക്ലിയറുമാണ്. ഇനി ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? അതും ചോദിക്കുന്നുണ്ട്. അടുത്ത വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം? ഇങ്ങനെ 3 എണ്ണമാണ് അവിടെ ചോദിച്ചത്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു എംഫസൈസ് എ പോയിന്റ്, ഒരു പോയിന്റ് എംഫസൈസ് ചെയ്യാനായിട്ട്. ആർ യു കിഡിങ് മീ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ശരിക്കും കളിയാക്കുവാന്ന് നമുക്കും അറിയാം, അവനും അറിയാം. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി അനലൈസ് മാർക്ക് ആൻ്റണീസ് യൂസ് ഓഫ് റെട്ടറിക്കൽ ഡിവൈസസ്, ടെക്നിക്സ് ആൻഡ് ഓതർ ഓർ സ്പീക്ക് യൂസസ് കൺവേ മീനിങ് ആൻഡ് ടു പെർസ്യൂഡ് അതേഴ്സ്. എന്താണ് അദ്ദേഹം യൂസ് ചെയ്ത്, മാർക്ക് ആൻ്റണി യൂസ് ചെയ്തിരുന്ന റെട്ടറിക്കൽ ഡിവൈസസ് എന്തൊക്കെയാണ്? അതെന്താണ്? ടെക്നിക്കുകളാണ്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഓതർ അല്ലെങ്കിൽ സ്പീക്കർ യൂസ് ചെയ്യും. എന്തിനാണ്? മീനിങ് കൺവേ ചെയ്യാനായിട്ട്. എന്നിട്ട് മറ്റുള്ളവരെ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തതാണിതൊക്കെ. ഇൻ ദിസ് സ്പീച്ച് ആൻഡ് ഒബ്സർവ് ഹൗ ദീസ് ഹെൽപ്പ് ഹിം മാനിപ്പുലേറ്റ് ദ ക്രൗഡ്സ് ഇമോഷൻസ്. ഈ ക്രൗഡിൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കാനായിട്ടും ഒബ്സർവ് ചെയ്യാനും മാറ്റി അദ്ദേഹത്തിൻ്റെ വഴിക്ക് കൊണ്ടുവരാനും ഇതെങ്ങനെ ഉപയോഗിച്ചു. നൗ പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദി സ്പീച്ച്. ഇനി ഇതിൻ്റെ ഒരു അപ്രീസിയേഷൻ. മക്കളെ, അപ്രീസിയേഷൻ ഞാൻ ഓൾറെഡി തന്നു കേട്ടോ. അപ്രീസിയേഷൻ ഞാൻ ആദ്യം തന്നെ തന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി തരാം. ജസ്റ്റ് ഇവിടെ എഴുതി കാണിക്കത്തുള്ളൂ. ഇപ്പം ഇങ്ങനെ എഴുതി കാണിച്ച് പോത്തേ ഉള്ളൂ. കാര്യം ഞാനത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. കാര്യം കുറേ കുട്ടികൾ ആദ്യം തന്നെ എൻ്റെ അടുത്ത് അപ്രീസിയേഷൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അപ്രീസിയേഷനാണ് പ്രിപ്പയർ ചെയ്തത്. അത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കി പറഞ്ഞ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ എഴുതി മാത്രം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നെടുത്ത് നോക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം, അർത്ഥമൊക്കെ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അപ്രീസിയേഷൻ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും ഇതൊന്ന് കഴിയും. അല്ലെങ്കിൽ ഇനി ഇതും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ എന്തിനാ സമയം പോകുന്നത്? നിങ്ങളിതിപ്പോൾ എഴുതിയെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 2 നോക്കൂ. ഫ്രഞ്ച് റോമൻസ് കൺട്രിമാൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സ്പീച്ചസ് ഇൻ ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ. ചരിത്രത്തിലും ലിറ്ററേച്ചറിലും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്സാണിത്, സ്പീച്ചാണ്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ പ്ലാൻസ് ടു സ്റ്റേജ് ദ ഒറേഷൻ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഇതൊന്ന് സ്റ്റേജിൽ ചെയ്യാനായിട്ട്, അവതരിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ലെറ്റ് us attempt a speech choir. അപ്പോൾ നമുക്കതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. സ്പീച്ച് കൊയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീച്ച് കൊയർ മേക്സ് യൂസ് ഓഫ് ജസ്റ്റേഴ്സ് ആൻഡ് വോക്കലൈസേഷൻ. ജസ്റ്റേഴ്സ് ആക്ഷൻസും ഉണ്ടാവും, വോക്കലൈസേഷൻസും ഉണ്ടാകും. ക്യാൻ യു ലിസ്റ്റ് ദ അതർ ഫീച്ചേഴ്സ് ഓഫ് എ കൊയർ? അപ്പോൾ ഇതിൻ്റെ കൊയറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. മക്കളെ, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ജസ്റ്റേഴ്സ് ഉണ്ടാവും, വോക്കലൈസേഷനും ഉണ്ടാവും. പിന്നെ ഇതെന്ന് പറഞ്ഞൊരു സ്റ്റേജ് പെർഫോമൻസ് ആണ്.
ഫേഷ്യൽ എക്സ്പ്രഷൻസ് നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നെ കോറസ് ഒക്കെ ഉണ്ടാകും, റിതം ഉണ്ടാകും, ഡ്യുവറ്റ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീച്ച് കൊയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് എന്നാണ് നമുക്കിവിടെ എഴുതാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്കതങ്ങ് എഴുതാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പറയാം. പ്രോസസ്സിങ് എ സ്പീച്ച് കൊയർ ഇൻ എ ക്ലാസ് റൂം ക്യാൻ ബി ഡൈനാമിക് ഇൻറ്ററാക്റ്റീവ് വേ ടു എൻഹാൻസ് സ്റ്റുഡൻസ് പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോണേഷൻ, റിതം, ഫ്ലുവൻസി ആൻഡ് കോൺഫിഡൻസ്. നമ്മൾ ഈ സംഭവം സ്പീച്ച് കൊയർ എന്ന് പറഞ്ഞാൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ളതായിരിക്കണം, ഇൻറ്ററാക്റ്റീവ് വേ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേജ് വന്നിട്ട് വാട്സ് ദിസ് എംബിഷൻ എന്ന് നമ്മൾ നോക്കി ക്രൗഡിനെ നോക്കി ചോദിക്കണം, മനസ്സിലായോ? അതുപോലെ പ്രൊനൗൺസിയേഷൻ, നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റോണേഷൻ ഒക്കെ കൊടുത്ത് സ്ട്രെസ്സൊക്കെ കൊടുത്ത് വേണ്ടിടത്തൊക്കെ ഉറക്കെ ഇപ്പോൾ വന്നിട്ട് വാട്സ് ദിസ് അംബിഷൻ എന്ന് ചോദിച്ചാൽ പറ്റുമോ? വാട്സ് ദിസ് എംബിഷൻ എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റോണേഷന് സ്ട്രെസ്സും ഒക്കെ കൊടുത്ത് പ്രൊനൗൺസിയേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യണം. ഒരു റിതം വേണം, ഫ്ലുവൻസി വേണം, പിന്നെ കോൺഫിഡൻസ് വേണം. പേടിച്ച് വന്ന് നിന്നുകൊണ്ട് വാട്സ് ദിസ് അംബിഷൻ എന്ന് ചോദിച്ചാൽ മതിയോ? പോരാ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വേണം. ഇറ്റ് ഓൾസോ ബൂസ്റ്റ് കൊളാബറേഷൻ ആൻഡ് മേക്സ് ഇൻ ലിറ്ററേച്ചർ ഓർ സ്പീച്ചസ് മോർ മീനിങ്ഫുൾ. അപ്പോൾ ഒരു കൊളാബറേഷനാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചർ അല്ലെങ്കിൽ സ്പീച്ചിനെ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതും നമ്മളൊരു ഒരു സ്റ്റേജ് പെർഫോമൻസ് കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും രണ്ടും രണ്ട് തന്നെയാണ്. ഇപ്പോൾ സിനിമയിൽ പറഞ്ഞ പോലെ ദൃശ്യം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ്, ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റേഴ്സ് വേണം. ഹാൻഡ് ജസ്റ്റേഴ്സ് ടു എംഫസൈസ് കീ ഐഡിയാസ്, ഹാൻഡ്സ് ഓപ്പണിങ് അപ്പ്, റേസിങ് ഫിസ്റ്റ്, പോയിൻറ്റിങ്. ഇപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റേഴ്സിനകത്ത്? നമ്മൾ ഹാൻഡ് ജസ്റ്റേഴ്സ്, കൈ ഉയർത്തി സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു. ഇതെല്ലാം ജസ്റ്റേഴ്സ് തന്നെയാണ്. അതെന്തിനാണ്? ഐഡിയാസ് എംഫസൈസ് ചെയ്യാനായിട്ട്. പിന്നെ കൈ ഇങ്ങനെ വെച്ച് സംസാരിക്കും ഇല്ലേ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് അത് വേണം, ഐ കോണ്ടാക്റ്റ് വേണം, സീരിയസ് എക്സ്പ്രഷൻസ്, മുഖത്തിങ്ങനെ പേടി ഇല്ലേ, ഇതൊക്കെ വരും. പുച്ഛം, അതുപോലെ കോമഡി, ഇതെല്ലാം നമ്മുടെ മുഖത്ത് മിന്നി വരണം. വോയിസ് മോഡുലേഷൻ ഉറപ്പായിട്ടും വേണം. റൈസിങ് ആൻഡ് ഫോളിങ് ടോൺ ഉണ്ടാവും. ഉയർന്ന് സംസാരിക്കേണ്ടടുത്ത് ഉയർന്ന് സംസാരിക്കുക, പതുങ്ങി സംസാരിക്കേണ്ടടുത്ത് പതുങ്ങി സംസാരിക്കുക. ടോൺ, റെപ്പറ്റീഷൻ, പോസസ്, കുറച്ച് നേരം നിർത്തി അതിനുശേഷം ഉറക്കിയൊരു സംസാരം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്നത്. അതൊക്കെ ഇവിടെ വേണം. അപ്പം നമുക്ക് ഈ ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, വോയിസ് മോഡുലേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കൊടുത്താൽ മതി. പിന്നെ പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോനേഷൻ, റിതം, ഫ്ലുവൻസി ഓൾറെഡി നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. സ്പീച്ച് കൊയറിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾക്കുള്ളത് ലെറ്റ് us watch the video of the well known speech I have a dream by Martin Luther King Jr. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഒരു ഫേമസ് സ്പീച്ചാണ് ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ അതും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്താണ് ആ സ്പീച്ച്? ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ എവറി വാലി ഷോൾ ബി എക്സോൾട്ടഡ്, എവറി ഹിൽ ആൻഡ് മൗണ്ടൻ ഷോൾ ബി മെയ്ഡ് ലോ, ദ റോ പ്ലേസസ് വിൽ ബി മെയ്ഡ് പ്ലെയിൻ ആൻഡ് ദ ക്രൂക്കഡ് പ്ലേസസ് വിൽ ബി മെയ്ഡ് സ്ട്രെയിറ്റ് ആൻഡ് ദ ഗ്ലോറി ഷോൾ ബി റിവീൽഡ് ആൻഡ് ഓൾ ഷോൾ സീ ദ ഗ്ലോറി ടുഗെദർ. This is our hope. This is the faith that I go back to the south with. This is faith. We will be able to hew out of the mountain of despair a stone of hope. With this faith, we will be able to transform the jangling discords of our nation into a beautiful symphony of brotherhood. With this faith, we will be able to work together, to pray together, to struggle together, to go to jail together, to stand up for freedom together, knowing that we will be free one day. അപ്പോൾ ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നോട്ട് യുവർ ഒബ്സർവേഷൻസ് ഓൺ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച്. ഇതിനകത്ത് ജസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും വോയിസ് മോഡുലേഷനും ഒക്കെ എങ്ങനെ വരും എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ എഴുതാനായിട്ട് ഉള്ളത്. Now read the excerpt aloud, giving emphasis to these features. ഇനി നിങ്ങൾ എംഫസിസ് കൊടുത്തുകൊണ്ട് ഇത് ഒന്നും കൂടി വായിക്കണം. Prepare the speech choir script of Friends Romans Countrymen and enjoy performing it in class. ചെയ്യാനുള്ളത് ഇനി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങളത് ക്ലാസ്സിൽ സ്പീച്ച് കൊയർ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. You may supplement your reading with appropriate gestures and movements ഒക്കെ കൊടുക്കാം. Adding background music and other sounds effects that can help performance. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. മറ്റ് സൗണ്ട്സ് എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം.
ഇനിയുള്ളത് സ്പീച്ച് കൊയർ ആണ്. സ്പീച്ച് കൊയർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് റെസിറ്റേഷൻ ഓഫ് എ ടെക്സ്റ്റ്, ഓഫൺ എ സ്പീച്ച്, എ പോയം ഓർ ലിറ്റററി പാസേജ്. അപ്പോൾ നമ്മൾ സ്പീച്ച് കൊയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിറ്റേഷനാണ്. നമ്മൾ വായിച്ച് പെർഫോം ചെയ്യുക, നമ്മൾ വായിക്കുകയാണ് അല്ലേ, റിസൈറ്റ് ചെയ്യുകയാണ്. വായിക്കുക എന്ന് വെച്ചാൽ നോക്കി വായിക്കുക എന്നർത്ഥമില്ല, നമ്മൾ കാണാതെ പറഞ്ഞാൽ മതി. ആ സെയിം എന്താണോ അതിനകത്തുള്ളത് അത് തന്നെ നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ എന്താണ് ആ സ്പീച്ച് എടുത്തു കഴിഞ്ഞാൽ ആ സ്പീച്ചിലെ ലൈൻസ് തന്നെയാണ് നമ്മളവിടെ റിസൈറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തൊക്കെയാകാം? പോയമോ സ്പീച്ചോ ലിറ്റററി പാസേജോ എന്തിൻ്റെയും റെസിറ്റേഷൻ ആകാം. പെർഫോംഡ് വിത്ത് വോക്കൽ ഡൈനാമിക്സ്, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് എ കോറിയോഗ്രാഫ്ഡ് മൂവ്മെൻറ്റ്. കണ്ടോ? ഏതെങ്കിലും ഒരു ലിറ്റററി പാസേജിൻ്റെ അല്ലെങ്കിൽ ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്പീച്ച് അതാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അല്ലേ. അപ്പം ഓൾറെഡി അതിനകത്ത് എന്തൊക്കെ ലൈൻസ് ആണോ ഉള്ളത് ആ ലൈൻസ് തന്നെയാണ് നമ്മൾ വായിക്കുക. എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു? കൊറിയോഗ്രാഫിക് മൂവ്മെൻറ്റ് അല്ലേ. നമുക്കൊരു പ്രത്യേകതരം ഇപ്പോൾ കൈ ഉയർത്തുന്നു പല ജസ്റ്റേഴ്സ് എന്ന് പറയും നമ്മളതിനെ. അതുപോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, കൈ ഉയർത്തി സംസാരിക്കുന്നു, തല കുനിച്ചു നിൽക്കുന്നു, തല ഉയർത്തി സംസാരിക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള ആക്ഷൻസ് ജസ്റ്റേഴ്സാണ് അവിടെ കൂടുതലും വരുന്നത്. പിന്നെന്താണ്? വോക്കൽ ഡൈനാമിക്സ്, നമ്മുടെ വോയിസിൽ തന്നെ പല രീതിയിൽ നമ്മൾ എന്താണ് സ്ട്രെസ്സ് കൊടുത്തും ഇൻ്റർനേഷനോട് കൂടിയും ഒക്കെ ഉയർത്തിയും താഴ്ത്തിയും വിസ്പർ ചെയ്തും പൗസ് ചെയ്തും ഒക്കെ നമ്മൾ സംസാരിക്കും. ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ പോയം അല്ലെങ്കിൽ ഈ ഒരു ലിറ്റററി പാസേജ് നമ്മൾ അവതരിപ്പിക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീച്ച് കൊയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇവിടെ മെയിനായിട്ട് ലീഡിങ് ആയിട്ട് ഇവിടെ ആരാണ് റോൾ ചെയ്യുന്നത്? ഓൾറെഡി ഇവിടെ നമുക്കെന്താണ് കോറസ് ഉണ്ടാകും, പിന്നെ തന്നെ നമ്മുടെ ബ്രൂട്ടസിനും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ആൻ്റണി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും, റോമൻ സിറ്റിസൺസ് ഉണ്ടാകും അല്ലേ. ഇതിൽ അത്രയും ആൾക്കാർ നമ്മുടെ പെർഫോമേഴ്സായിട്ട് ഉണ്ടാകും. അവിടെ ഗ്രൂപ്പ് പെർഫോമൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കേട്ടോ. പിന്നെ അവരുടെ ആക്ഷൻസ്, എല്ലാവരുടെയും ഐ കോണ്ടാക്റ്റ് ആക്ഷൻസ് തുടങ്ങിയവയെല്ലാം നമ്മളിവിടെ പറയണം. അതാണ് ഈ സ്പീച്ച് കൊയർ എഴുതുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളത്. സ്പീച്ച് കൊയർ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഓൾറെഡി തരുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. ബ്രൂട്ടസ് ആയാലും കോൺസ്പിറേറ്റേഴ്സ്, മാർക്ക് ആൻ്റണി, അതുപോലെ കാഷ്യസ്, ഇൻക്ലൂഡഡ് കാഷ്യസ്. ആരാ? കോൺസ്പിറേറ്റേഴ്സിനകത്ത് വരുന്നതാണ്. ബ്രൂട്ടസിൻ്റെ കോൺസ്പിറേറ്റേഴ്സിനകത്ത് വരുന്നതാണ് കാഷ്യസ്. പിന്നെ റോമൻ സിറ്റിസൺസ് ഉണ്ട്, നമ്മുടെ ഒക്ടേവിയസ്, അദ്ദേഹത്തെ പറയാം. നമുക്ക് അതേഴ്സ്, മറ്റു കുറേ ആൾക്കാർ കേട്ടോ. പിന്നെ സെറ്റിംഗ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. സീസേഴ്സ് ഫ്യൂണറൽ ആണ്, എല്ലായിടവും സൈലൻസ് ആണെന്ന് നമുക്കറിയാം. ഇതിന് ശേഷമാണ് നമ്മളെ പെർഫോമൻസ് അല്ലേ. ഇനി ടെക്നിക്സ് ആണ് നമുക്കിവിടെ എഴുതേണ്ടത്. വോക്കൽ ടെക്നിക്സ് എന്താണ്? സോളോ ആൻ്റണി പെർഫോം ചെയ്യുകയാണ്. എങ്ങനെ? വിസ്പേഴ്സിലൂടെ, ഡ്രമാറ്റിക് പോസസിലൂടെ, ഫിസിക്കൽ മൂവ്മെൻറ്റ്സിലൂടെ, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിലൂടെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്സ് ആണ് അല്ലേ. കോറസ്, 2 കോറസ്, ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അതും എങ്ങനെയായിരിക്കും? വിസ്പേഴ്സ്, ജസ്റ്റേഴ്സ്, പിന്നെ ഇമോഷൻസ് ഉണ്ടാവും. ഗ്രീഫ് കാണിക്കുന്നു. അതൊക്കെ എങ്ങനെ കാണിക്കുന്നു? ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ കാണിക്കുന്നു. ഇനിയുള്ളത് എന്താണ്? ഫിസിക്കൽ ആൻഡ് വിഷ്വൽ എലമെൻറ്റ്സ് ആണ് ഉള്ളത്. Gestures and movements, facial expressions, formations and blocking, props and costumes. അത് ഓപ്ഷണൽ. അപ്പോൾ എന്താണ് ഇതൊക്കെ? ജസ്റ്റേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്, ഹാൻഡ് ആൻഡ് ബോഡി മൂവ്മെൻറ്റ്സ് ടു എംഫസൈസ് വേർഡ്സ്. അപ്പോൾ വേർഡ്സിനെ എംഫസൈസ് ചെയ്ത് കാണിക്കാൻ. ഇപ്പോൾ എന്താണ്? ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നു അല്ലേ. ശരിക്കും അതിൻ്റെ അർത്ഥം നെഗറ്റീവാണ്. അത് അദ്ദേഹത്തിൻ്റെ പറച്ചിലിലൂടെയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അവിടെ അദ്ദേഹം കൊടുക്കുന്ന സ്ട്രെസ്സും ആ ഒരു സ്റ്റൈലും അനുസരിച്ചിരിക്കും നമ്മൾക്ക് ആ ഒരു ആർക്കാണ്? റോമൻ സിറ്റിസൺസിന് അർത്ഥം മനസ്സിലാക്കേണ്ടുന്നത് അല്ലേ. അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ മീനിങ്? അങ്ങനെ ആ ആൾക്കാരുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഈ ടെക്നിക്സ് വഴിയാണ് അദ്ദേഹം ചെയ്തത്. എങ്ങനെയാണ് ജസ്റ്റേഴ്സ് കൊടുത്തത്? ഹാൻഡിലും ബോഡിയിലും ഉള്ള മൂവ്മെൻറ്റ്സ്, വേർഡ്സിൻ്റെ എംഫസൈസ്. എന്താണ്? റൈസിങ് ആംസ്, കൈകളിങ്ങനെ ഉയർത്തുന്നു, പോയിൻറ്റിങ് ചെയ്ത് കാണിക്കുന്നു, സ്റ്റെപ്പിംഗ് ഫോർവേഡ്, മുമ്പോട്ട് വന്ന് ഒക്കെ നിൽക്കുന്നു. അതൊക്കെയാണ് ആക്ഷൻസ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്തൊക്കെയായിരിക്കും? ഇമോഷൻസ് ആണ് നമ്മൾ കൂടുതലും ഫേഷ്യലിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. ആങ്കറും സോറോയും ജോയും ഒക്കെ നമുക്ക് കാണിക്കാം. ഫോർമേഷൻസ് ആൻഡ് ബ്ലോക്കിംഗ്. ഇനി എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സ്? കൊറിയോഗ്രാഫ്ഡ് ഗ്രൂപ്പ് പൊസിഷനിങ് അല്ലേ. കൊറിയോഗ്രാഫ്ഡ് ഗ്രൂപ്പ് പൊസിഷനിങ് എങ്ങനെയൊക്കെ വയ്ക്കാം? നമുക്ക് സർക്കിൾസിൽ വയ്ക്കാം, ലൈൻസിൽ വയ്ക്കാം, ക്ലസ്റ്റേഴ്സിലൊക്കെ വയ്ക്കാം. ഇതൊക്കെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? വിഷ്വൽ അപ്പീൽ ഉണ്ടാകാൻ യൂസ് ചെയ്യുന്നു. ഇനി പ്രോപ്സ് ആൻഡ് കോസ്റ്റ്യൂംസ് ആർ ഓപ്ഷണൽ. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് കയ്യിൽ ഇപ്പം രാജാവിനെ കാണിക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കൂടെ പ്രോപ്സായിട്ട് അദ്ദേഹത്തിൻ്റെ വാൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ പ്രോപ്സ് എന്ന് പറയും. അതുപോലെ കോസ്റ്റ്യൂംസ്
ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. സിമ്പിൾ അറ്റയർ ഓർ സിംബോളിക് ഒബ്ജക്ട്സ് രണ്ടും നമുക്ക് ചെയ്യാം. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡ്രാമ സ്പീച്ചാണ്, അപ്പം അതനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ നമ്മുടെ സിമ്പിൾ കോസ്റ്റ്യൂമിൽ നമുക്ക് ചെയ്യാം. ഇനി ഡ്രമാറ്റിക് ആൻഡ് തിയേറ്ററിക്കൽ ടെക്നിക്സ്, അതെന്തൊക്കെയാണ്? തിയേറ്ററിക്കൽ ടെക്നിക്സ് ഒരുപാട് നമുക്കറിയാം അല്ലേ? എക്കോ എഫക്ട്സ്, കോൾ ആൻഡ് റെസ്പോൺസ്, കോൺട്രാസ്റ്റ്സ്, റെപ്പറ്റേഷൻ. എന്താണ് എക്കോ എഫക്ട്സ്? എക്കോ എല്ലാവർക്കും അറിയാം. റിപ്പീറ്റിംഗ് കീ ഫേസസ് ഫോർ എംഫസിസ്. പറയുന്ന ഒരു വാക്ക്, ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ 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 എന്നിങ്ങനെ നമ്മൾ എക്കോ ചെയ്ത് പറയുന്നു എന്ന് വെച്ചോ. അപ്പോൾ അതെന്ത് തന്നെയാണ് അവിടെ? എക്കോ ടെക്നിക്സ്. എക്കോ എന്തിനാണ്? ഓണറബിൾ മാൻ ഓണറബിൾ മാൻ ഓണറബിൾ മാൻ എക്കോ ആയിട്ട് പറയുന്നു. അപ്പോൾ എന്താണ്? അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അതെന്താണ്? ഫേക്കായിട്ടുള്ള കാര്യമാണ്. കോൾ ആൻഡ് റെസ്പോൺസ്, ആ ലീഡർ ഉണ്ടാകും, അദ്ദേഹം സ്പീക്ക് ചെയ്യും, ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ആൻസർ ചെയ്യുന്നു. ഇനി കോൺട്രാസ്റ്റ് എന്താണ്? അൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ സോഫ്റ്റ് ആൻഡ് ലൗഡ്, ഫാസ്റ്റ് ആൻഡ് സ്ലോ, സോളോ ആൻഡ് ഗ്രൂപ്പ്. കോൺട്രാസ്റ്റ് വിപരീതമായിട്ട് യൂസ് ചെയ്യുന്നു. എങ്ങനെ? സോഫ്റ്റും അതുപോലെ തന്നെ ലൗഡും, ഫാസ്റ്റും സ്ലോയും, അതുപോലെ സോളോയും ഗ്രൂപ്പും, ഇങ്ങനെ പല രീതിയിലുള്ള പെർഫോമൻസ് ആൾട്ടർനേറ്റ് കാണിക്കുന്നു. അതെന്താണ്? കോൺട്രാസ്റ്റ്. ഇതൊക്കെ തിയേറ്റർ ടെക്നിക്കാണ്. റെപ്പറ്റീഷൻ ഉണ്ടല്ലോ. റിപ്പീറ്റിംഗ് ലൈൻസ് ടു റീഇൻഫോഴ്സ് ദി മെസ്സേജ് അല്ലേ? ആ ലൈൻസിൻ്റെ മെസ്സേജ് കൂടുതൽ കാണിക്കാനായിട്ട്, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? റെപ്പറ്റീഷൻ യൂസ് ചെയ്യുന്നു. ഇനിയുള്ളത് എന്താണ്? ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഇമോഷണൽ എൻഗേജ്മെൻറ്റ്. അതിലെന്തൊക്കെ? രണ്ടെണ്ണം. അണ്ടർസ്റ്റാൻഡിങ് ദ ടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ് കണക്ഷൻ. രണ്ടെണ്ണം. ഓൾറെഡി നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഇതെന്താണ് എന്നുള്ളത്, നമ്മൾ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് അവതരിപ്പിക്കുന്ന ആൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അയാൾ അവതരിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആ കൂട്ടത്തിൽ ആക്ട് ചെയ്യുന്ന മറ്റുള്ളവരും അറിഞ്ഞിരിക്കണം. കാര്യം അതനുസരിച്ച് വേണം നമുക്ക് എക്സ്പ്രഷൻസ് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഐ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അതനുസരിച്ച് വേണം ചെയ്യാനായിട്ടല്ലേ. പിന്നെന്താണുള്ളത്? ഓഡിയൻസ് കണക്ഷൻ. ഓഡിയൻസിൻ്റെ കണക്ഷൻ എങ്ങനെയാണത്? ഓഡിയൻസായിട്ട് നമുക്ക് എങ്ങനെ കണക്ഷൻ ഉണ്ടാകും? നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അവരോട്. പിന്നെ ഐ കോണ്ടാക്റ്റ് അല്ലേ? ഇങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് അവരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അവരെ നോക്കി അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് പോലും എന്താണ്? ഓഡിയൻസുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റാണ്. അവരെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നു, തല കുനിച്ച് അവിടെ മുന്നിൽ നിൽക്കുന്നു, എല്ലാം എന്ത് തന്നെ ഓഡിയൻസ് കോണ്ടാക്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. അവരെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് സംസാരിക്കുന്നു, അവരെ നോക്കി കൈ ഉയർത്തി സംസാരിക്കുന്നു, ഇതെല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യാം. വേണ്ട, നിങ്ങൾക്ക് തൽക്കാലം ഇത് മതി. ഈ സ്പീച്ച് കൊയറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് ആക്ടിവിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളത്. ഹയർ ക്ലാസ്സുകളിൽ പോലും അത്ര കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. സ്പീച്ച് കൊയർ നമ്മൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അപ്രീസിയേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എഴുതി കാണിക്കും. സ്പീച്ച് കൊയറും ഞാൻ എഴുതി കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം ഇതിന് തൊട്ട് പിറകിലായിട്ട് നമ്മൾ ഫുൾ ഈ ആക്ടിവിറ്റീസ്, ഈ യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത യൂണിറ്റ് അധികം വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ മക്കളെ മിടുക്കരായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. Thank you.